10 പേര് വന്നതിൽ 7 പേര് പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അത് നിങ്ങളുടെ കഴിവാണ്. 2 പേര് പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അത് നമ്മുടെ കഴിവായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം അത് നൗ കാറ്റഗറി പീപ്പിൾസാണ്. എല്ലാ ആളുകളുടെ ഇടയിലും നൗ കാറ്റഗറി പീപ്പിൾസ് ഉണ്ട്. പക്ഷെ അത് 3% ഉള്ളൂ. ഓക്കെ, ഞാൻ തുടക്കത്തിൽ അങ്ങനത്തെ ഒരാളായിരുന്നു സെയിൽസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനത്തെ ആളല്ല, ഞാൻ അടുത്ത ആളാണ്. ഞാൻ ലൈറ്ററപ്പോ എനിക്കിപ്പോ ഒരു സാധനം വിൽക്കണമെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കും സെയിൽസ്മാൻ. പണ്ട് എന്റെ വീട്ടിൽ ഏത് സെയിൽസ്മാൻ വന്നാലും വെറും കൈയോടെ ഞാൻ പറഞ്ഞേക്കാറില്ല. കാരണം ഞാൻ ആദ്യം ഈ കാറ്റഗറി ആയിരുന്നു. പക്ഷെ സെയിൽസിനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ ഞാൻ തന്നെ ഇപ്പുറത്തേക്ക് പോയി. സത്യം പറയാമോ? ഇപ്പൊ എന്നെ കൊണ്ട് എന്തെങ്കിലും വാങ്ങിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് നോളജ് മാത്രം ഉണ്ടായാൽ പോരാ, നല്ല സ്കില്ല് വേണം എന്നെ കൊണ്ടൊരു സാധനം വാങ്ങിപ്പിക്കുക. അപ്പൊ നമുക്ക് 3ാമത്തെ കാറ്റഗറി ഉണ്ട്, നെവർ കാറ്റഗറി. ജന്മം ഉണ്ടെങ്കിൽ ഒരു സാധനം വാങ്ങിക്കില്ല. നിങ്ങൾ രാജൻ സാറിനെ കൊണ്ടെന്ന് പറയിപ്പിച്ചോ, സുരേഷ് സാറിനെ കൊണ്ടെന്ന് പറയിപ്പിച്ചോ, ഇനി വത്സാറിനെ വരെ കൊണ്ടെന്ന് പറയിപ്പിച്ചോ, അവരപ്പോഴും പറയും എന്നാലും നിങ്ങളൊരു കടുകില്ലല്ലോ. മനസ്സിലായ? അങ്ങനെയുണ്ട് നെവർ കാറ്റഗറി. ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് അവരെ ശരിയാക്കാൻ പറ്റില്ല, നെവർ കാറ്റഗറി. പക്ഷെ നമ്മൾ എപ്പോഴും ബോധർ ചെയ്യുന്നതും ടെൻഷൻ അടിക്കുന്നതും എവിടെയാണെന്ന് അറിയോ? നെവർ കാറ്റഗറിനെ ആലോചിച്ചിട്ടാണ് ടെൻഷൻ അടിക്കുന്നത്. പക്ഷെ നെവർ കാറ്റഗറിനെ നിങ്ങൾ ഒഴിവാക്കുക. നെവർ കാറ്റഗറിനെ ഒഴിവാക്കി ബാക്കി രണ്ടതിൽ ഫോക്കസ് ചെയ്താൽ പേഴ്സൻറ്റേജ് ഏതാ കൂടുതൽ? പേഴ്സൻറ്റേജ് ഏതാ കൂടുതൽ? ഇവിടെ അല്ലേ? ഞാനിത് 67 അത് 3 2 കൂടി ഒരുമിച്ചായാലോ 70%, 30% അതിന് മുമ്പിൽ എന്തെങ്കിലും ആണോ? അല്ല. സോ നിങ്ങൾ അതുകൊണ്ടാണ് നേരത്തെ സാറ് പറഞ്ഞത് നോ പറയാനും പഠിക്കണം, നോ കേൾക്കാനും പഠിക്കണം. മനസ്സിലായ? നെവർ കാറ്റഗറി ആളെ കണ്ട എന്നിട്ട് മൂക്കൊണ്ട് തട്ടിക്കളയാൻ പഠിക്കണം. അങ്ങനെ തട്ടിക്കളയാൻ പഠിച്ചു നോക്കി അപ്പുറത്തെ 70% ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. വെയിറ്റ് എന്ന് പറയാറ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് അപ്പുറത്ത്. നമ്മള് പക്ഷേ ഈ എന്നോട് നോ പറഞ്ഞ ആൾക്കാർ എന്നാലും അവൻ ഞാൻ സോറി സാധനം വാങ്ങിക്കും, പക്ഷെ അവൻ വാങ്ങിച്ചിട്ടില്ലോ, എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അല്ലേ? 4 വീട്ടിൽ കയറി 4 വീട്ടിൽ നിന്ന് നോ പറഞ്ഞു. കയറിയപ്പോ തന്നെ പട്ടിയെ അഴിച്ചു വിട്ടു, ഗേറ്റ് തുറന്നില്ല, എന്നെ കൂടെ തുറന്നു, എന്നെ കൂടെ നോക്കിയിട്ട് എന്തേ ഞങ്ങൾക്കൊന്നും വേണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നിരിക്കും. വൈകുന്നേരം സാറിന് വിളിച്ചു, സാറേ എനിക്ക് പറഞ്ഞില്ല സാറേ, ഒരു ഉപ്പ് പാക്കറ്റ് പോലും സാറേ ഇട്ടു പോയില്ല സാറേ എന്ന് പറഞ്ഞിരിക്കും. സെയിൽസിന് ഇറങ്ങുമ്പോ തന്നെ മൈൻഡ് സെറ്റ് പ്ലാൻ ചെയ്യുക. എന്ത് ചെയ്യുക? 25 നോ കേൾക്കും ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ 25 നോ കേൾക്കുമ്പോണ്ടാണ് ഇറങ്ങിയേക്ക്. ഞാൻ എന്റെ ടീമിൽ വന്നപ്പോഴേ ഇപ്പൊ ഭയങ്കര രസമാണ് ടീമില്. എല്ലാ ദിവസവും വിളിച്ചിട്ട് സാറേ ഇന്ന് 10 നോ കേട്ടോ, 25 ഭയങ്കര രസമാണ്. ഒരു ടീച്ചർ റിട്ടയർഡ് ടീച്ചർ, ആള് റിട്ടയർഡ് ആയതല്ല, ആൾക്ക് ക്യാൻസർ വന്നപ്പോ വോളണ്ടിയർ റിട്ടയർമെന്റ് എടുക്കുന്ന വന്നു. പക്ഷെ ഇപ്പൊ നല്ല ഉഷാറാണ്, നമ്മുടെ ഫോട്ടോ ഉപയോഗിച്ച് ക്യാൻസർ ഒക്കെ നല്ല ഉഷാറാണ്. ഓക്കെ, ആള് നല്ല അടിപൊളിയാ. ആള് എല്ലാവരും വിളിച്ചിട്ട് സാറേ എന്നേ 10 കേൾക്കാൻ പറ്റുള്ളൂ, 25 കേൾക്കാൻ നടന്നില്ല. പക്ഷെ ഞാൻ 10 നടന്നുള്ളൂ, 10 കേട്ടുള്ളൂ. എന്റെ എന്തുണ്ടായി? നല്ല റിസൾട്ട് ഉണ്ടായോ? പിന്നെ ഇന്ന് ഞാൻ വുമൺ വിറ്റു, പാഡ് വിറ്റു, വെജൊമൈ വിറ്റു, ഗാമറിസോൾ വിറ്റു, വെജ് ബൈസ് 10 വിറ്റു. മനസ്സിലായ? എന്റെ രാഷ്ട്രീയമാണ് ഇതൊക്കെ വിറ്റ് കഴിഞ്ഞപ്പോ സാറേ ഞാൻ ഫേസിൽ നോക്കിയപ്പോ 1500 രൂപ ഫേസിലിരിക്കുന്നത്. 1500 രൂപ ഫേസിലുണ്ട് സാറേ. ടി വി ഇത്രയും കയറിയിട്ടുണ്ട്. പോരെ? അതുപോലെ നമുക്കതുപോലെ 1500 രൂപ കയ്യിലുണ്ട് മാർജിൻ. ടി വി അതിന്റെ പുറമെ വുമൺ വെജ് വൈസ് 10 കണക്കൂട്ടു എത്ര ടി വി ഉണ്ടാവും ആലോചിക്കൂ. മനസ്സിലായ? നല്ലൊരു അടിപൊളി കസ്റ്റമർ കിട്ടി. ഇന്നലെ വിളിച്ചിട്ട് പറയാ ബ്യൂട്ടീഷ്യനാണ് സാറേ, ബ്യൂട്ടി പാർലറിൽ കയറി. ഞാനോട് പറഞ്ഞു ആദ്യം കുറെ നോ പറഞ്ഞാള്, പക്ഷെ ഞാൻ കേട്ടില്ല. സാറ് എന്നോട് 10 നോ 25 നോ പറഞ്ഞില്ല. ഞാൻ നിന്ന് അവരോട് കസറി. ലാസ്റ്റ് ആൾ അവിടെ ഇരുന്ന് തന്നു. ലാസ്റ്റ് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ തന്നെ ഞാൻ 1000 രൂപ സാധനം. എന്താ കാരണം? മൈൻഡില് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പ്രോഗ്രാം വന്നിട്ടാ നോ കേൾക്കാൻ വേണ്ടിയാ പോണേ. അതാണ് എനിക്ക് നോ കേൾക്കുമ്പോ മടി ഉണ്ടാവുമോ? 10 കേട്ടുള്ളൂ, ഇനി 5 ബാക്കിയുണ്ട്, പിന്നെ അടുത്ത റെഡി കയറുന്ന. ശരിയല്ലേ? അതുകൊണ്ട് ഗുണം തെറ്റപ്പുറത്ത് ഇപ്പഴത്തെ ഗുണം തെറ്റ എത്ര ടി വി കയറി, എത്ര രൂപ പോക്കറ്റിൽ വന്നു. ആലോചിക്ക്. ട്രിഗർ ട്രിഗർ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മൈൻഡ് ഗെയിം ആണ് എന്ത്
അതുകൊണ്ട് എനിക്ക് ഗെയിമായിട്ട് കാണാൻ ഇഷ്ടം.